ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു RC കാറിൻ്റെ അകത്ത് എന്താണെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഈ ഒരു RC കാർ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൂടാതെ കാർഡുമായിട്ട് കൊടുത്തേക്കാം. അപ്പോൾ ആ ഒരു RC കാർ കേടായി, അപ്പോഴാണ് ഞാനത് അഴിക്കാനായിട്ട് തീരുമാനിച്ചത്. അപ്പോൾ അഴിക്കല്ലേ, നിങ്ങളെയും കൂടി കാണിച്ചേക്കാം എന്ന് വിചാരിച്ചു. കാർ അഴിക്കുന്നതിന് മുൻപ് ആദ്യം തന്നെ ഇതിൻ്റെ ബാറ്ററി റിമൂവ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ അടപ്പൊന്ന് ജസ്റ്റ് സ്ക്രൂ അഴിച്ച് തുറക്കുക. അപ്പോൾ ഈ ഒരു ക്ലിപ്പ് ഇടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബാറ്ററി ഇതിൽ നിന്നും റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്കിതിൻ്റെ ഈ ഒരു അടപ്പ് തിരിച്ച് അടച്ച് വെച്ച് സ്ക്രൂ ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ ബോഡി അഴിച്ചെടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ താഴെ ഭാഗത്തുള്ള 4 സ്ക്രൂകൾ അഴിക്കുമ്പോൾ ഇതിൻ്റെ മോൾ ഭാഗം വിട്ടുവരുന്നതാണ്. സോ നമ്മൾ സ്ക്രൂ ഒക്കെ അഴിച്ചെടുത്തു. ഇനി നമുക്കിതിൻ്റെ ടോപ്പ് ഭാഗം വിടിയിച്ചെടുക്കാം. അപ്പോൾ നമുക്കിവിടെ ഇതിൻ്റെ സർക്യൂട്ട് ബോർഡ് കാണാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഈ ഒരു സർക്യൂട്ട് ബോർഡിനെ ഇതിൽ നിന്ന് അഴിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ മുകളിൽ കാണുന്ന ഈ ഒരു സ്ക്രൂ അഴിക്കുമ്പോഴേക്കും ഈ ഒരു സർക്യൂട്ട് ബോർഡ് ഈ ഒരു പ്ലാസ്റ്റിക്കിൽ നിന്ന് വിട്ടുവരുന്നതാണ്. അപ്പോൾ നമ്മൾ അഴിച്ചെടുത്തു. അപ്പോൾ ഈ ഒരു സർക്യൂട്ട് ബോർഡിൽ പ്രത്യേകിച്ച് എക്സ്ട്രാ ആയിട്ടൊന്നുമില്ല. ഇവിടെ നമ്മളെ 2 വയറുകൾ താഴേക്ക് പോയിട്ടുണ്ട്. അത് നമ്മുടെ ബാറ്ററിയിലേക്കാണ് പോകുന്നത്. പിന്നെ ഇവിടെ നമുക്ക് ഒരു ആൻറ്റിന കാണാനായിട്ട് പറ്റും. പിന്നെ ഒരു IC, ഒരു LED-യും കൊടുത്തിട്ടുണ്ട്. അതായത് മുകളിൽ മിന്നി കത്തുന്ന ഒരു LED ആണത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സർക്യൂട്ട് ബോർഡ് തിരിച്ച് ഇതിലേക്ക് സ്ക്രൂ ചെയ്ത് വയ്ക്കാം. ഇനി നമുക്കിതിൻ്റെ ടയറുകളെല്ലാം റിമൂവ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ടയറിൻ്റെ റിം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരെണ്ണം കറക്കുമ്പോൾ ബാക്കിലേയും കറക്കുന്നത് കാണാം. അതിന് കണക്ഷൻ ഉണ്ട്. പക്ഷേ ഫ്രണ്ടിൽ അങ്ങനെയല്ല. ഇപ്പോൾ ഈ ഒരു കാറിന് പറ്റിയ തകരാറ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആക്സിൽ ഒടിഞ്ഞു പോയി. കണ്ടോ, ആ ഒരു ടയറിൽ നിന്ന് വിട്ടുപോയി. അതാണ് ഇതിന് പറ്റിയൊരു തകരാറെന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു കാറിൻ്റെ ബാക്കിലെ ഒരു മോട്ടോർ സിസ്റ്റത്തിനെ പറ്റി നോക്കാം. അപ്പോൾ നമ്മളിതിൻ്റെ 4 സ്ക്രൂവും അതിൻ്റെ 4 സ്ക്രൂ അല്ല, എല്ലാ സ്ക്രൂ അഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനെ ജസ്റ്റ് ഒന്ന് വിടിയിപ്പിച്ചെടുക്കാം. അപ്പോൾ അത് ഊരിയെടുക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മോട്ടോർ സിസ്റ്റം കാണാനായിട്ട് പറ്റും. മോട്ടറും കുറേ ഗിയറുകളും ഉണ്ട്. ഒരു മിനി മോട്ടർ മാത്രം വെച്ച് ഈ ഒരു അതിന് ആവശ്യമായ ടോർക്ക് കിട്ടത്തില്ല. അപ്പോൾ അതിനാണ് ഈ ഒരു ഗിയറൊക്കെ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം ഓയിലിയാണ്. ഇതിൻ്റെ ഗിയറുകളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. കണ്ടോ. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ വരികയാണെങ്കിൽ ഇതിൻ്റെ മോട്ടറും അതിൻ്റെ വയറുകളും ഒക്കെ മെയിൻ ബോർഡിലേക്ക് പോയിട്ടുണ്ട്. ഇവിടെ ഒരു ഗിയറുമാണ് ഉള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ തിരിച്ച് അടച്ചു വയ്ക്കാം. ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ട് മോട്ടോർ സിസ്റ്റം അഴിക്കാം. അതിനായിട്ട് ഈ ഫ്രണ്ടിലായിട്ടുള്ളൊരു ചെറിയ ഒരു സംഭവമുണ്ട്. അത് തട്ടാതെ മുട്ടാതെയൊക്കെ ഇരിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. അതാദ്യം അഴിച്ചെടുക്കാം. അതിൻ്റെ താഴെയായിട്ട് ഒരു സ്ക്രൂ വരുന്നുണ്ട്. അതിനു വേണ്ടിയാണ്. അപ്പോൾ ഫ്രണ്ടിലത്തെ ഒരു മോട്ടോർ സിസ്റ്റം അഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഫ്രണ്ടിലത്തെ മോട്ടോർ സിസ്റ്റം അഴിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ടോപ്പ് പീസിൽ തന്നെ ഈ ഒരു ഫ്രണ്ടിലത്തെ ലെഫ്റ്റ് റൈറ്റ് ടയർ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു നോബ് കാണാം. പിന്നെ ഇതിലും മിനി മോട്ടറും കുറേ ഗിയറുകളാണ് വരുന്നത്. ഇനി നമുക്കിതെല്ലാം തിരിച്ച് ഫിറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ടയർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ടോപ്പ് പോർഷൻ ഇതിലേക്ക് വെച്ച് സ്ക്രൂ ചെയ്യാം. അപ്പോൾ വയ്ക്കുമ്പോൾ ഇതിൻ്റെ LED കൃത്യമായി തന്നെ ആ ഒരു ഹോളിലേക്ക് കയറത്തക്ക വിധത്തിൽ വേണം വയ്ക്കാൻ.
അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മളവിടെ RC കാർ പൊളിച്ചു നോക്കിയപ്പോൾ കണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ചാനലിലേക്ക് ആദ്യമായിട്ടാണ് വന്നിരിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയൊരു അടിപൊളി വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ.